നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടി എൻഡിഎ തന്നെ ഭരണ തുടർച്ച നേടും എന്ന് ബിജെപിയും അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും നിരവധി തവണ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ തങ്ങൾ 370 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുമെന്ന് ബിജെപിയെ കുറിച്ച് പല വേദികളിലും വാചാലനാവുന്നുണ്ട് താനും. എന്തായാലും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഭരണം പിടിച്ചപ്പോൾ 282 സീറ്റുകളായിരുന്നു ബിജെപി നേടിയത്. അന്ന് 31% മാത്രമായിരുന്നു ബിജെപിയുടെ വോട്ട് ഷെയർ. പക്ഷേ 2019 എത്തുമ്പോൾ അവരുടെ സീറ്റ് നില 303 എത്തുന്നു. വോട്ട് ഷെയർ ആവട്ടെ 37%. അങ്ങനെ ഒരു വലിയ പ്രോഗ്രസ് തന്നെയാണ് 2014 നിന്നും 2019 എത്തുമ്പോൾ ബിജെപി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ 2024 ഇതേ വിജയം തന്നെ തങ്ങൾ ആവർത്തിക്കുമെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിജെപിയുടെ ഈ ആത്മവിശ്വാസത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ആദ്യമായുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ഫാക്ടറാണ്. ബിജെപിയുടെ യഥാർത്ഥ സ്വാധീന മേഖലകൾ എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയും അതിനോടൊപ്പം തന്നെ പടിഞ്ഞാറുള്ള പ്രദേശങ്ങളുമാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ താരതമ്യേന ബിജെപി കുറച്ച് അശക്തർ തന്നെയാണ്. 2019 കാര്യം എടുക്കുകയാണെങ്കിൽ വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ ബിജെപി തൂത്തുവാരുകയായിരുന്നു. ഹിന്ദി ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലെ 191 സീറ്റുകളിൽ 155 എണ്ണവും നേടാൻ ബിജെപിക്ക് സാധിച്ചിരുന്നു. ഇവിടെ 81% ബിജെപിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ മേഖലകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ 78 സീറ്റുകളിൽ 51 ലോക്സഭാ സീറ്റുകളും ബിജെപി തനിച്ചാണ് സ്വന്തമാക്കിയത്. 65% സ്ട്രൈക്ക് റേറ്റോട് കൂടിയാണ് ഈ പടിഞ്ഞാറൻ മേഖലകളിലും പാർട്ടി വിജയം ഉറപ്പിച്ചത്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ തെക്കേ ഇന്ത്യയിലും അതിനോടൊപ്പം തന്നെ കിഴക്കേ ഇന്ത്യയിലും ഒന്നും ബിജെപിക്ക് അത്ര വലിയ സ്വാധീനമില്ല. കിഴക്കൻ മേഖലകളിൽ ആകെയുള്ള 50% തൊട്ട് താഴെയാണ് ബിജെപി വിജയിച്ചു കയറിയത്. കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 142 സീറ്റുകളിൽ 62 ഇടത്ത് മാത്രമേ ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ 132 സീറ്റുകളുണ്ട്. അതിൽ 30 എണ്ണം മാത്രമേ ബിജെപിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ദക്ഷിണേന്ത്യയിൽ 25% മാത്രമാണ് ബിജെപിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കിഴക്കൻ മേഖലയിലും ദക്ഷിണേന്ത്യയിലും ബിജെപി പ്രത്യേകമായി കൂടുതൽ പ്രചരണങ്ങൾ നടത്തുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ഇവിടെ സന്ദർശനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും അദ്ദേഹത്തിന്റെ നിരവധി റാലികൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ഒഡീഷ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ അടക്കമുള്ള മേഖലകളിൽ കൂടി മോദി നിരന്തരം എത്തുന്നുണ്ട്. എന്തായാലും ദക്ഷിണേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളവും തമിഴ്നാടും തെലങ്കാനയും തന്നെയാണ് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ആയി മാറുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സുരക്ഷിതമായ സീറ്റുകൾ കൂടുതലും ബിജെപിക്കൊപ്പമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2014 2019 തുടർച്ചയായി ബിജെപി വിജയിച്ച 247 സീറ്റുകളുണ്ട്. ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ നമുക്ക് സുരക്ഷിത സീറ്റുകൾ എന്ന ലിസ്റ്റിലേക്ക് തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കും. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബിജെപി സ്ഥാനാർത്ഥി മാത്രം ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം 95 ആണ്. അവസാന 3 തെരഞ്ഞെടുപ്പുകളിൽ 2 തവണ ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം കൂടി കണക്കിലെടുത്താൽ ഇത് 167 എന്നായി വരും. അങ്ങനെ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 262 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ബിജെപിക്ക് വ്യക്തമായ വിജയം ഉറപ്പിക്കാൻ സാധിക്കും. 2019 72 സീറ്റുകളിൽ രണ്ടാമതെത്തിയത് ബിജെപി തന്നെയായിരുന്നു. ഇതിൽ 17 മണ്ഡലങ്ങളിൽ 5% താഴെ വോട്ടുകൾക്കാണ് പാർട്ടിക്ക് ജയം കൈവിട്ടു പോയത്. 2014 വിജയിച്ചു കയറിയ 35 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബിജെപി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ മണ്ഡലങ്ങളിലെ 20 എണ്ണം ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് എന്നതും ബിജെപിക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്നുണ്ട്. അടുത്ത ഘടകമായി വരുന്നത് തീർച്ചയായും ബിജെപിക്കൊപ്പമുള്ള സഖ്യകക്ഷികൾ തന്നെയാണ്. നമുക്കറിയാം കർണാടകയിൽ ഇത്തവണ JDS ബിജെപിക്കൊപ്പമുണ്ട്. ഇനി TDP ജനസേന സഖ്യമാണ് ആന്ധ്രയിൽ ബിജെപിക്ക് കരുത്തായി ഒപ്പം നിൽക്കുന്നത്. ഉത്തർപ്രദേശിലാവട്ടെ RLD കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NDA കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മഹാരാഷ്ട്രയിലാവട്ടെ NCPയുടെ അജിത് പവാർ വിഭാഗം ഉൾപ്പെടെ NDAയിലേക്ക് എത്തിയത് അവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല. 2019 അപേക്ഷിച്ച് കൂടുതൽ സഖ്യകക്ഷികൾ ബിജെപിക്കൊപ്പം
ഇത്തവണ ഉണ്ട് എന്നത് അവർക്ക് വലിയ വിജയ പ്രതീക്ഷ സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനിടയിൽ വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കർണാടകത്തിലും മഹാരാഷ്ട്രയിലും മറ്റും. എങ്കിൽ പോലും ഇവർ ഒന്നിച്ചു നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തീർച്ചയായും അതിന്റെ അന്തിമ ഫലം കിട്ടുന്നത് എൻഡിഎക്ക് തന്നെയായിരിക്കും. ഏറ്റവും ഒടുവിലായി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി ഫാക്ടർ തന്നെയാണ്. എൻഡിഎയുടെ ഒരു മുഖമായി നരേന്ദ്രമോദി ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് രാജ്യത്തുടനീളം BJPക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നത്. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ BJP നേതാവും അല്ലെങ്കിൽ എൻഡിഎയിലുള്ള സഖ്യകക്ഷികൾ പോലും വോട്ട് നേടുന്നത്. മോദി ഫാക്ടർ പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്ത് ഇങ്ങനെ ഒരു ഫാക്ടർ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് INDA മുന്നണിക്കുള്ളിൽ അവർ ഉയർത്തിക്കാട്ടുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി മറ്റ് സഖ്യകക്ഷികൾക്കെല്ലാം അംഗീകരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അവർക്ക് കൂടി താല്പര്യമുള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ കോൺഗ്രസ് എന്തായാലും രാഹുൽ ഗാന്ധിയെ മാത്രമാണ് നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും വ്യക്തിപ്രഭാവം തമ്മിൽ നമ്മൾ ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിക്കൊപ്പം എത്താൻ സാധിക്കുകയില്ല. സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോലും നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം നമുക്കറിയാം. അങ്ങനെ ലോകമെമ്പാടും ഒരു ആഗോള നേതാവ് എന്ന പേര് ഇപ്പോൾ തന്നെ നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. ആ മോദി പ്രഭാവം തീർച്ചയായും BJPക്ക് ഗുണകരമായി തന്നെ ഭവിക്കും. പ്രതിപക്ഷത്ത് അങ്ങനെ ഒരു മുഖമില്ലാത്തത് കൂടി BJPയുടെ ഈ ഒരു നേട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു ഘടകത്തെ കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്നതാണ്. എന്തായാലും BJPക്കുള്ള ഈ നേട്ടങ്ങൾ മാത്രമല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവർക്ക് വെല്ലുവിളിയാകുന്ന ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്, ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുന്ന ആഭ്യന്തര കലഹം തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ഷിൻഡെ വിഭാഗവും BJPയും തമ്മിൽ ഇപ്പോഴും തർക്കം തുടരുന്നുണ്ട്. ഏറ്റവും അവസാന മണിക്കൂറുകളിൽ പോലും ഇവിടെ ഒരു നയത്തിലേക്ക് എത്താൻ, ഒന്നിച്ച് ഒരു നിലപാടിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇനി കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ JDS അവർക്കൊപ്പം എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും BJPക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യെദ്യൂരപ്പയുടെ മകനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വരപ്പ തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ വിമത നീക്കം പോലും ഈ സ്ഥലങ്ങളിലൊക്കെ BJP നേരിടുന്നുണ്ട്. മറ്റൊന്ന് കേരളം തന്നെയാണ്. കേരളത്തിൽ ഒരു മികച്ച നേതൃത്വം ഇല്ലാത്തതിന്റെ എല്ലാ പോരായ്മകളും ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഏറ്റവും ശക്തനായ ഒരു നേതാവില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അണ്ണാമലൈ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ അങ്ങനെ BJPക്ക് ഒരു നേതാവില്ലാത്തതും വലിയ തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ചില നെഗറ്റീവ് പബ്ലിസിറ്റികൾ അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങളൊക്കെ BJPയുടെ വിജയ പ്രതീക്ഷയ്ക്ക് ചെറിയ തോതിലെങ്കിലും ഒരു മങ്ങലേൽപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് കേരളത്തിലെ BJP നേതൃത്വവും ഉയർത്തി കാണിക്കുന്നത്. അതിനോടൊപ്പം ഉയർത്തി കാണിക്കാൻ നമുക്ക് ഇവിടെ ഒരു നേതാവില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് തീർച്ചയായും പോരായ്മ തന്നെയാണ്. ഇത്തരം ചില ഘടകങ്ങളൊക്കെയും BJPക്ക് ചില ഇടങ്ങളിലെങ്കിലും തിരിച്ചടിയാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതുവരെ വന്ന ഏറ്റവും ഒടുവിൽ വന്ന സർവേ ഫലങ്ങൾ പോലും മോദിക്ക് 3-ാം ഊഴം പ്രവചിക്കുന്നുണ്ട്. ആ ഒരു പ്രവചനങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ടല്ല BJP ഈ 400 സീറ്റ് കടക്കും, NDA നേതൃത്വം തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. മറിച്ച് അവർക്ക് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. എവിടെയൊക്കെ തിരിച്ചടി നേരിട്ടേക്കാം അല്ലെങ്കിൽ എവിടെയൊക്കെ തങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടാണ് BJP ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്.